നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെയുള്ള എല്ലാ കടങ്ങളും തീർത്തു. ഇനി അമ്മ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അച്ഛൻ മരിച്ച ശേഷം അച്ഛനില്ലാത്ത വിഷമം, അമ്മയുടെ സ്നേഹത്തിലും കരുതലിലും മാറ്റേണ്ട ഞങ്ങൾക്ക് അമ്മയുടെ സാമീപ്യം നഷ്ടായി. ഇനിയെങ്കിലും ഞങ്ങൾക്ക് അമ്മയെ വേണം. ഇനി അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. God is great. നമ്മൾ കണ്ടുമുട്ടി, അടുത്തു. താൻ ഇവിടുന്ന് എന്റെ സ്ഥലത്തേക്ക് തന്നെ താമസിക്കാനെത്തുന്നു. എന്താ അല്ലേ? ചേച്ചിക്ക് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ജോലിയും കിട്ടുന്നു. ഈ കണക്ഷൻസ് ഒക്കെ ദൈവത്തിന്റെ പ്ലാൻ അല്ലേ? മുൻകൂട്ടി തീരുമാനിച്ച് നമുക്ക് വേണ്ടി പുള്ളി അങ്ങ് നടപ്പിലാക്കുന്നു അല്ലേ? എന്താ, ശരിയല്ലേ? അല്ലാതെന്താ, ടോട്ടലി പ്രീ പ്ലാൻഡ്. രവി, എന്താ രവി സാറേ, നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡ് ഇല്ലാതെ? ഞാൻ കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് തന്നിരുന്നു, അതൊക്കെ മറന്നുപോയോ? തന്ന പൈസക്ക് കൂടുതൽ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വെറുതെ കുറച്ച് ഫോട്ടോസ് തന്നല്ല ഞാൻ. എന്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഫോട്ടോഷോപ്പിൽ ശരിക്കും പണിയെടുപ്പിച്ചു. കാശെറിഞ്ഞ് ചെയ്യിച്ചതാ. അതൊക്കെ ശരിയാ. അത് കഴിഞ്ഞ് രവി വിശ്വസിച്ച് ഞാനൊരു ജോലി ഏൽപ്പിച്ചിരുന്നു. അവര് തമ്മിൽ തെറ്റിക്കാൻ, നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. എന്നിട്ട് നീ എന്താ ചെയ്തേ? അവര് തമ്മിൽ ഒന്നിപ്പിച്ചു. ആര് പറഞ്ഞു? നീ തന്ന തെളിവ് പറഞ്ഞു തന്നെ ഗോപിക ഋഷിയും തെറ്റിച്ചു. പക്ഷെ അവളത്ര മണ്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് ആ ഋഷിയെ പിടിച്ചോണ്ട് വന്ന് എന്നെ നിർത്തി വിചാരണ ചെയ്തു. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഒറ്റിയിട്ട് തടിതപ്പായിരുന്നു. ഞാനത് ചെയ്യാത്താണോ കുഴപ്പം? എടാ ബ്രൂട്ടസേ, നിനക്ക് അവളോട് പ്രേമമല്ലായിരുന്നോ? കാശുകാരൻ വന്നപ്പോ അവൾ അവന്റെ പുറകെ പോയെന്ന് നീയല്ലേ വലിയ ഫീലിംഗോട് പറഞ്ഞത്? അതൊക്കെ ശരിയാ. ഞാൻ അവളെ ശരിക്കും മനസ്സിലാക്കിയില്ല. ഒരേ കമ്പനിയിൽ ഒരുമിച്ച് പരസ്പര വിശ്വാസത്തോടെ കഴിഞ്ഞിരുന്ന ഞങ്ങളെ തമ്മി തെറ്റിച്ചത് നീയാ. അതൊക്കെ മനസ്സിലാക്കാനുള്ള മോളെ എനിക്കുണ്ട്. നീ അവളുടെ മറുകിന്റെ കാര്യം പറഞ്ഞില്ലേ? നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെന്ന് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ നീ അത് പറഞ്ഞെന്ന് പറഞ്ഞാ മതിയായിരുന്നു. എന്തോ നിന്നൊറ്റ എനിക്ക് തോന്നിയില്ല. എന്തായാലും ഈ കാര്യത്തിൽ ഇനി എന്റെ ഒരു ഹെൽപ്പ് നീ പ്രതീക്ഷിക്കണ്ട. എങ്കിലേ ഞാൻ തന്ന പൈസ മര്യാദയ്ക്ക് തിരിച്ചതാ. അല്ലെങ്കിൽ നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ ഗോപികയോട് പറയും. പോയി പറഞ്ഞോ, വേണമെങ്കിൽ ഞാനും കൂട്ടുവരാം. നിന്റെ ഒരു പണിയും ഇവിടെ ചെലവാവില്ല മോളെ. വിട്ടുപിടിക്കാൻ നോക്ക്. അങ്ങനെ ആഗ്രഹിച്ചതും മോഹിച്ചതും ഒന്നും മറ്റാർക്കും ഈ അഞ്ചത് വിട്ടുകൊടുക്കില്ല. അവരെ തമ്മിൽ ഞാൻ തെറ്റിച്ചിരിക്കും. ഋഷിയെ ഞാൻ സ്വന്തമാക്കും. നീ നോക്കിക്കോ. കുട്ടിക്കാലം മുതല് ഞങ്ങൾ റൈവൽസ്. അവളെ എന്ത് കൊണ്ടുവന്നാലും അത് എന്റെ കസ്റ്റഡിയിലാക്കും. അതിനിപ്പോ ഋഷി ആയാലും. ചെല്ല് ചെല്ല്. നിനക്ക് നല്ലൊരു പണി വരുന്നുണ്ട് എന്റെ വക. നീ കാത്തിരുന്നു. ഇറങ്ങാല്ലേ മുത്തച്ഛ? അനീഷേ, വീട് പൊട്ടി താക്കോലിട്ടേക്ക്. ശരി മുത്തച്ഛ. അച്ഛാ, ഞങ്ങൾ ഇവിടുന്ന് പോവുക. ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട്, അച്ഛന്റെ ജീവിതകാലം മുഴുവനുള്ള കഷ്ടപ്പാടിന്റെ ഫലമായിട്ടുള്ള ഈ വീട്, അച്ഛന്റെ സ്വപ്നം, അത് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. പോർക്കണം ഞങ്ങളോട്. പോകുന്ന വഴി ഗോപികയുടെ ഓഫീസിൽ താക്കോൽ കൊടുക്കാം. ശരി മുത്തച്ഛ. അല്ല, ഗോപികയും ദേവികയുടെ? മോഹന്റെ അസ്ഥിത്രയുടെ അടുത്തോട്ട്. ഇനി അച്ഛന്റെ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാവൂ.
അത് ഞങ്ങളുടെയൊക്കെ മരണം വരെ ഉണ്ടാവും. പോട്ടെ അച്ഛാ ഞങ്ങള്. പോകാം മോളെ. അമ്മയെ കൂടെ ഒന്ന് വിളിക്കണം മുത്തശ്ശ. വിളിക്കാം. ഹലോ മോളെ, ഞങ്ങൾ ഇറങ്ങും അമ്മേ. ശരി മോളെ. ഇവിടെയുള്ള എല്ലാ കടങ്ങളും തീർത്തു. ഇനി അമ്മ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അച്ഛൻ മരിച്ച ശേഷം അച്ഛനില്ലാത്ത വിഷമം, അമ്മയുടെ സ്നേഹത്തിലും കരുതലിലും മാറ്റേണ്ട ഞങ്ങൾക്ക് അമ്മയുടെ സാമീപ്യം നഷ്ടായി. ഇനിയെങ്കിലും ഞങ്ങൾക്ക് അമ്മയെ വേണം. ഇനി അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. എനിക്ക് അവസാനമായി നമ്മുടെ വീടൊന്ന് കാണണം മോളെ. ശരി അമ്മ. ഇറങ്ങാം മോളെ. മോഹനേട്ട എന്നോട് ക്ഷമിക്കണം. നമ്മുടെ മോക്ക് വേണ്ടി ഞാൻ മോഹനേട്ടന്റെ അധ്വാനം വിറ്റു. എന്നോട് ക്ഷമിക്കണം മോഹനേട്ട. പെട്ടെന്ന് വീട് ശരിയാക്കണമെന്ന് ജാനകി മാഡം പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി. ഇവിടെ വാടക വീട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. എല്ലായിടത്തുനിന്നും ആളുകൾ ഇങ്ങോട്ട് കുടിയേറുകയല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.